ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കിടിലൻ പുട്ടായിട്ടാണ്. ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി കടയിൽ നിന്ന് മേടിക്കേണ്ട, അരിപ്പൊടി ഉപയോഗിക്കും വേണ്ട. നമ്മളിത് നമ്മുടെ വീട്ടിൽ എന്തരിയാണോ ഉള്ളത്, ഇപ്പോൾ മട്ടരി ആയിക്കോട്ടെ, പച്ചരി ആയിക്കോട്ടെ, ഇഡ്ലി റൈസ് ആയിക്കോട്ടെ, എന്തരിയാണെങ്കിലും ഏതരിയാണെങ്കിലും ആ ഒരു റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇഡ്ലി റൈസാണ്. ഇത് സാറാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സാറാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇഡ്ലി റൈസാണ് എടുക്കുന്നത്. ഞാനിത് 2 കപ്പോളം, അത് കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 200 ml വരും കേട്ടോ. ഈ കപ്പ് 2 കപ്പോളം ഉള്ള റൈസാണ് എടുക്കുന്നത്. ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു 2 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ നിന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഇതൊരു ഇഡ്ലി റൈസോ അല്ലെങ്കിൽ പച്ചരി റൈസോ ആയതുകൊണ്ടാണ് നമുക്ക് 2-2.5 മണിക്കൂറോളൊക്കെ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതിയാവും. ഇപ്പം നിങ്ങൾ മട്ടരിയാണ് എടുക്കുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിലിപ്പോൾ മട്ടരിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ആ മട്ടരി നമ്മൾ കുതിരാൻ വെക്കുമ്പോൾ തലേദിവസം രാത്രി ഒരു 6-7 മണിക്കൂറോളം കുതിരാൻ വെക്കണം കേട്ടോ. കാരണം അതിന് ഇച്ചിരി സമയമെടുക്കും അത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് 2 മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാൻ മട്ടരിയുടെ കൊണ്ട് പുട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. 2 മണിക്കൂർ തന്നെ അധികം കേട്ടോ. ചില സമയത്ത് ചില അരികളുടെ അനുസരിച്ചിരിക്കും 1.5 മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. നിങ്ങൾ ഒന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്ന് ഈ പുട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ സോഫ്റ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കണം. കാരണം ഈ ഒരു അരിയിലുള്ള വെള്ളത്തിൻ്റെ അംശമാണ് സത്യത്തിൽ നമുക്ക് ആ പുട്ടിന് സോഫ്റ്റ്നെസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രം വെള്ളം വാലാൻ വേണ്ടി വെച്ചാൽ മതി. വെള്ളം വാലാൻ ഒത്തിരി ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ കളയുന്നത്. ബാക്കിയുള്ള വെള്ളം ഈ റൈസിൽ തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് എല്ലാം ഒന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ അരിയിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വാർന്ന് പോയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വാർന്നു പോകേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതാ ഈ വാർത്ത് വെച്ചിട്ടുള്ള അരി നമ്മളിതായി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടു. ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു പുട്ടിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയ ജാറിനകത്തോട്ട് എൻ്റെ 2 കൈപ്പിടിയോളമുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരിക്കലും ഈ ജാറ് നിറച്ചിട്ടേക്കരുത്. അങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് എല്ലാ അരിമണികളും ഒന്നും പ്രോപ്പറായിട്ട് അരഞ്ഞു എന്ന് വരില്ല, അല്ലെങ്കിൽ പൊടിഞ്ഞു എന്ന് വരില്ല. പിന്നെ മിക്സിയുടെ ചെറിയ ജാറിനെ എടുക്കാൻ നോക്കുക. അതാണ് പെട്ടെന്ന് നമുക്ക് എല്ലാ അരിമണികളും ഈ പറഞ്ഞ പോലെ അരഞ്ഞു വരാനായിട്ട് അല്ലെങ്കിൽ പൊടിഞ്ഞു വരാനായിട്ട് എളുപ്പം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 30 സെക്കൻഡോളം ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ 30 സെക്കൻഡ് കഴിയുമ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകമെല്ലാം നല്ലതുപോലെ, അതായത് നടുഭാഗത്തെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് പോലെ നല്ല പൗഡറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുറ്റോറും കണ്ടോ, ആ ഒരു ചുറ്റോറും ഉള്ള കുറച്ച് അരിമണികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതെല്ലാം മിക്സിക്കകത്ത് അങ്ങനെ തന്നെയാണ്, അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഒന്നും കൂടെ ഈ ഒരു മിക്സി ജാർ ഒരു 15-20 സെക്കൻഡ് ആവുന്ന ഒരു സമയത്ത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഉള്ളിലോട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് നേരം കൂടെ നമുക്ക് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളാണ് ഇതൊന്നെല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞ് വരാനായിട്ടുള്ളൊരു സമയം. പിന്നെ ഇത് പൊടിഞ്ഞ് വരുന്നത് ഇത് സാധാരണ പൊടിയായിട്ടല്ല വരിക. അതായത് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് വരുന്ന ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് വെള്ളം നനച്ച് നമ്മൾ പുട്ടുപൊടി കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പമായിട്ടാണ് നമുക്കിത് പുട്ടുപൊടി നനച്ച പരുവത്തിലാണ് നമുക്ക് കിട്ടുക. കണ്ടോ, കണ്ടോ, ഇപ്പോൾ പുട്ടുപൊടിയുടെ ഒരു പരുവെന്ന് പറയുന്നത് ഇതല്ലേ. നമ്മൾ ആ അരി ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഫോം ചെയ്യണം, ഒരു ഷേപ്പായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പുട്ടുപൊടി കറക്റ്റാണെന്ന്. അപ്പോൾ അതും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് പുട്ടുപൊടി പുറത്തുനിന്ന് മേടിക്കേണ്ട. പിന്നെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈ നനയ്ക്കേണ്ട. ഇതാണ് ഈ ഒരു പുട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതാ ഞാനിനി എല്ലാ അരികളും ഈ പറഞ്ഞ പോലെ നമ്മൾ വാർത്ത് വെച്ച റൈസ് ഇതുപോലെ പൊടിച്ചിട്ട് വരാം കേട്ടോ.
അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബാച്ചാണ് ഞാൻ പൊടിച്ചിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാ ബാച്ചും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഇതുപോലെ തന്നെ മട്ടരി വെച്ചിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ചെമ്പാപ്പുട്ടൊക്കെ നമ്മൾ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് നമ്മൾ മട്ടരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ കുത്തരിച്ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ, കുത്തരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒരു 5-6 മാസം മുന്നാന്ന് തോന്നുന്നു, അത്രയും നാൾ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ കമൻസ് വായിച്ചാൽ കാണാം, എല്ലാവരും ഒരുപോലെ നന്നായി എന്ന് പറഞ്ഞൊരു പല റെസിപ്പികളിലും ഒരു റെസിപ്പിയാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടോളോ. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇതിന് മേലെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ എല്ലാ അരിയും ഇതുപോലെ ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഞാൻ കയ്യിലൊന്ന് ഒന്ന് പീച്ചി കൊടുത്തപ്പോഴത്തേക്കും അത് കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കൈയിട്ട് ഈ പറഞ്ഞ പോലെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ കൈ ഒന്നും ഇതുപോലെ പൊടിയിലിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ഞാൻ എന്തായാലും കൈ ഇതിനകത്ത് നിങ്ങൾ ആ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാനായിട്ട് കൈ ഒന്ന് അതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഉപ്പും ചേർത്ത് അങ്ങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട. ഓൾറെഡി നമ്മുടെ പുട്ട് നനച്ച പരുവത്തിലാണ് ഇത് വരുന്നത്. പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക, കാരണം ഈ ചോറിനകത്ത് അത് മട്ടരി ആയിക്കോട്ടെ ഇതുപോലത്തെ ഇഡ്ഡലി റൈസ് ആയിക്കോട്ടെ, ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഉപ്പിടുന്നതിന് മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം ഉപ്പുള്ളത് പോലെ തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊടിക്കുന്ന അരികൾക്ക്, ഈ അരിയായിട്ട് പൊടിക്കുന്ന പുട്ടുണ്ടാക്കുന്ന പൊടിക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഇച്ചിരി തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പുട്ടിൻ്റെ പരുവം നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മട്ടരി കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാ വീടുകളിലും ചിലപ്പോൾ മട്ടരി ഉണ്ടായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും റൈസ് ആയിരിക്കും, ഇതുപോലെ ഇഡ്ഡലി റൈസൊക്കെ ആയിരിക്കും. എന്ത് റൈസ് ആയാലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. പിന്നെ ഇത് പുട്ടുണ്ടാക്കുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ഇട്ടു, ഇനി ഞാനിത് ഒരു 2-3 ലെയറായിട്ട് ഞാൻ തേങ്ങയും പൊടിയൊക്കെ ആയിട്ടൊന്ന് നിറച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ മട്ടരീര ഒരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു, നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഉപ്പിട്ടൂടാ മിക്സിയിലെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അതിന് പറയാതെ ഇച്ചിരി റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ അരിക്കകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ബാച്ചിലും നമ്മളിങ്ങനെ അരിക്കകത്ത് ഉപ്പിട്ട് കഴിയുമ്പോൾ നമ്മളിത് ലാസ്റ്റ് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല, ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുംകുറ്റിയിൽ പുട്ടൊക്കെ നിറച്ചിട്ടുണ്ട്, ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആവി വരാൻ തുടങ്ങി കഴിഞ്ഞെന്നാൽ ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആവി വന്ന് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല ആവി പറക്കുന്ന പുട്ടാണ്. പിന്നെ നല്ല എന്താ പറയുക, നല്ല വൈറ്റ് കളറിൽ നമ്മൾ പുട്ടുപൊടി കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പുട്ടുണ്ടാക്കിയാലും ഇത്ര വൈറ്റായിട്ട് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അരിയിലുള്ള നമ്മൾ 2-3 തവണ അരി കഴുകി കളയുമ്പോഴത്തേക്കും അതിനകത്തുള്ള അത്യാവശ്യമുള്ള മായൊക്കെ പോയി കാണും. അതേസമയം നമ്മൾ പുട്ടുപൊടി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ഉണ്ട്, എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് ഇതുപോലെ ഇവിടെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ നനച്ചത്, നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു രാവിലെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല കേട്ടോ. അതാണ് ഈ ഒരു പുട്ടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും വീട്ടിൽ ഈ ഒരു പുട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണെന്നുണ്ടെങ്കിലും ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മളിതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുക. അപ്പോൾ എന്തായാലും ഈ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇനി അതുപോലെ തന്നെയാണ് ഈ പുട്ടുപൊടി എത്ര നാൾ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ പുട്ടുപൊടി നമുക്ക് മാക്സിമം 2 ദിവസം വരെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. അത് വെക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് അടച്ച് നമുക്ക് 2 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാം. അതിന് മേലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം പുട്ട് ഉണ്ടാക്കിയെന്നാലും അത് സോഫ്റ്റായിട്ട് ഒട്ടും തന്നെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിന് മേലെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കേണ്ട കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുട്ടുപൊടി വാങ്ങാതെ നമ്മുടെ കൈ പോലും നനയാതെ നമുക്ക് സോഫ്റ്റ് പുട്ട് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള റൈസ്, എന്ത് റൈസ് ആണെങ്കിലും ആ ഒരു റൈസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.